അനു നോക്കുമ്പോൾ തറയിൽ നിന്നും തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേവുവിനെയും അടുത്ത് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ആഹിയെയുമാണ്. അവൾ ദേവുവിൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ട് അവൾ തറഞ്ഞു നിന്നത്. ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ കളിപ്പാവയാണോ ഞാൻ? വരുമ്പോൾ പോകുമ്പോഴൊക്കെ തട്ടിക്കളിക്കാൻ. ദേവു അവൻ്റെ കോളർ പിടിച്ച് അലറുകയായിരുന്നു. ആഹിയാണെങ്കിൽ അവളുടെ ഭാവമാറ്റത്തിൽ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. അടുത്ത നിമിഷം അവളെ കവിളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. എന്നോട് ചിലക്കാൻ നീ ആരടി പന്ന മോളെ? ഇതും പറഞ്ഞ് കരണം നോക്കി അവൻ അവളെ അടിച്ചു. ഒരു കുടം കൊണ്ട് അടിച്ച പോലെ തോന്നി അവൾക്ക്. കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്നു. കണ്ണുനീർ തുള്ളികൾ പേമാരി പോലെ ഒഴുകി. പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ദേവുവിന്. അവ്യക്തതകൾക്കിടയിലും തൻ്റെ നേർക്ക് രൗദ്രഭാവത്തിൽ നോക്കുന്ന അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം അവൾ കണ്ടു. ബോധം മറയുമെന്ന് തോന്നിയ നിമിഷം ഒരാശ്രയത്തിനെന്നോണം ഭിത്തിയിലേക്ക് ചാരി നിന്നു അവൾ. നാടകം കളിക്കാതെ ഇറങ്ങിപ്പോടി. അവൻ്റെ വാക്കുകൾ പിന്നെയും അവളുടെ കാതുകളെ തേടിയെത്തി. അടുത്ത നിമിഷം അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ അവൻ്റെ നേർക്ക് ചലിച്ചു. മുകളിലെ 2 ബട്ടൺസ് അഴിച്ചിട്ടിരുന്ന ഷർട്ടിൻ്റെ വിടവിലൂടെ അവൻ്റെ വെളുത്ത് അനാവൃതമായ നെഞ്ചും അതിനോട് ചേർന്ന് ഒരു രുദ്രാക്ഷമാലയും അവൾ കണ്ടു. അവൻ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. തൻ്റെ വേദനയും അപമാനവുമെല്ലാം അവളുടെ ദന്തങ്ങൾ അവൻ്റെ നെഞ്ചിൽ പതിപ്പിച്ച് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി. അപ്പോഴേക്കും ബാക്കി 4 പേരും അവിടെ എത്തി. ആ കാഴ്ച കണ്ട് അവരും ഞെട്ടിത്തരിച്ചു നിന്നു. ദേവു ഓടിയത് പിന്നാലെ ഇതെല്ലാം കണ്ട് കിളി പറന്നു നിന്ന അനുവും വെച്ചുപിടിച്ചു. അനു പിന്നാലെ എത്തുന്നതിന് മുൻപേ ദേവു ക്ലാസ്സിൽ കയറി ബാഗുമെടുത്ത് ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു. അനു ഓടിയെത്തിയപ്പോൾ അവളെ അവിടെയെങ്ങും കാണാതെ വിഷമിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും റോസിയെ മുൻപിൽ കണ്ട് അവളൊന്ന് ഭയന്നു. എവിടെയടി അവള്? കണ്ണുകളിൽ ആളിക്കത്തുന്ന തീയുമായി റോസിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു. ആഹിചേട്ടനാണ് അവളെ വെറുതെ, അവളൊരു പാവമാണ്, വിട്ടേക്കവളെ. ചോദിച്ചതിന് മറുപടി പറയടി. എനിക്കറിയില്ല, ഞാൻ വരുമ്പോൾ അവളിവിടെ ഇല്ലായിരുന്നു. പറഞ്ഞേക്ക് അവളോട്, അവളുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. ഇതും പറഞ്ഞ് ശരവേഗത്തിൽ റോസി പോയി. ഒരു ബലത്തിനെന്നോണം അവൾ അവിടെ ബെഞ്ചിലേക്കിരുന്നു. എന്നാലും ദേവു എവിടെ പോയി? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഓർത്തിട്ട് പേടിയാകുന്നു. നീ തന്നെ അവൾക്ക് തുണ. നടന്ന കാര്യത്തിൽ നിന്നും മുക്തനാകാൻ ആഹിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികളെ കണ്ട് അവൻ വല്ലാണ്ടായി. ജീവിതത്തിൽ ആദ്യമായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു തോൽവി, അതും ഒരു പീറപ്പെണ്ണിൻ്റെ കാരണം കൊണ്ട്. അവന് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അപമാനമാരത്താൽ അവൻ്റെ തല കുനിഞ്ഞു. അവളുടെ ദന്തങ്ങൾ ഏൽപ്പിച്ച മുറിവിലേക്ക് അവനൊന്ന് നോക്കി. എന്നിട്ട് ഒരു കൈകൾ കൊണ്ട് അവൻ്റെ ഷർട്ട് വലിച്ചു കീറി അവൾ കടിച്ച ഭാഗം തുടച്ചെടുത്തു. എന്നിട്ട് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. പിറകെ ബാക്കി വാലുകളും. നേരെ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും സിദ്ധു അവനെ തടഞ്ഞു. ഞാൻ എടുക്കാം വണ്ടി, നിന്റെ മൈൻഡ് ശരിയല്ല. അത് കേട്ട് സിദ്ധുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി അവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നു. എല്ലാവരും കയറിയതും സിദ്ധു വണ്ടിയെടുത്തു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ദേവു അവരുടെ വണ്ടി പോകുന്നത് കണ്ട് ഭയന്ന് അകത്തേക്ക് ഉൾവലിഞ്ഞു നിന്നു. അവരുടെ വണ്ടി പോയി കഴിഞ്ഞതും അവൾക്ക് ബസ് വന്ന് അവൾ അതിൽ കയറി. ഒരു ദീർഘനിശ്വാസമെടുത്ത് സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു. ഇതെന്തൊരു പരീക്ഷണമാണ് മഹാദേവ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? ഒരു തെറ്റും ചെയ്യാതെ. അവളുടെ അടഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. വണ്ടി നിർത്തിയ ഉടനെ ആഹി ചാടിയിറങ്ങി നേരെ അവൻ്റെ റൂമിലേക്ക് പോയി വാതിൽ വലിയൊരു ശബ്ദത്തിൽ കൊട്ടിയടച്ചു. റൂമിൽ പലതും വീണുടയുന്ന സൗണ്ട് കേട്ട് എല്ലാവരും കഥയിൽ തട്ടി വിളിച്ചു. എങ്കിലും അവൻ വാതിൽ തുറന്നില്ല. എന്നാൽ പിന്നെയും മുറിയിൽ നിന്നും പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടു. കൂടെ അവൻ്റെ അലർച്ചയും. ഇനി മുട്ടി വിളിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി 4 പേരും നിശബ്ദമായി പലയിടങ്ങളിലായി ഇരുന്നു. ആ പാവം പെണ്ണിനെ എങ്ങനെ ശിക്ഷിക്കാമെന്ന ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ബസ് ഇറങ്ങി നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ആരോടും പറയാതെ, ഒരു ലീവ് ലെറ്റർ പോലും കൊടുക്കാൻ തോന്നാതെ ഇറങ്ങിയ നിമിഷത്തെ അവൾ ഉള്ളുകൊണ്ട് ശപിച്ചു. അനുവിനോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. വിളിക്കാനാണെങ്കിൽ തൻ്റെ കയ്യിൽ ഫോണുമില്ല. എന്നെ അത്രത്തോളം അവൾ കെയർ ചെയ്തിട്ടും ഞാൻ അവളെ അവൾ തലവെട്ടിച്ച് ഓരോന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഏകദേശം 1 കിലോമീറ്റർ നടക്കണം ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക്. കവിൾ പുകയുന്നത് പോലെ തോന്നി അവൾക്ക്. തലവെട്ടി പൊളിയുന്ന വേദനയും. പതിയെ ബാഗ് തുറന്ന് കുപ്പിയെടുത്ത് മുഖം കഴുകിയപ്പോൾ മുഖമാകെ നീറി പുകഞ്ഞു. കുടം കൊണ്ട് അടിച്ചാൽ പോലും ഇങ്ങനത്തെ വേദന ഉണ്ടാവില്ല. അവനെ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതാണോ മഹാദേവ? ഓരോന്ന് പദം പറഞ്ഞ് മുൻപോട്ട് നടന്ന അവൾ പെട്ടെന്ന് നിശ്ചലമായി. അതാ വരുന്നു നാട്ടിലെ അറിയപ്പെടുന്ന ആകാശവാണി.
ഇനി മുഖത്ത് പാട് കണ്ട അത് മതി നാട് മുഴുവൻ പാട്ടാക്കാൻ. അതോർത്തവൾ പെട്ടെന്ന് അടുത്തു കണ്ട മരത്തിന്റെ പിന്നിലൊളിച്ചു. അവളുടെ കാൽപ്പാടുകൾ അകന്നു പോയതും അവൾ അവിടെ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി ഓടി. ഉമ്മറത്ത് ചെന്നതും അച്ഛയെ കാണാത്ത ആശ്വാസത്തിൽ അവൾ നെഞ്ചിൽ കൈവച്ച് അകത്തേക്ക് കയറി. എന്താ കുട്ടിയെ ഇന്ന് ഉച്ചയ്ക്ക്? പുറകിൽ നിന്നും അച്ഛയുടെ ചോദ്യം കേട്ട് അവൾ നിന്ന് ഉഴറി. എന്തു പറയണമെന്നറിയാതെ ഒരു സൈഡ് കൊണ്ട് തിരിഞ്ഞു. അതെ, ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളായിരുന്നു അച്ഛേ, അതാ വന്നത്. അച്ഛയ്ക്ക് മുഖം കൊടുക്കാതെ അവൾ പറഞ്ഞു. എന്താ കുട്ടിയുടെ സ്വരം വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛേ, നല്ല തലവേദന അതാ. ചന്തു പോയോ സ്കൂളിൽ? അച്ഛ ചോറ് കഴിച്ചോ? ചന്തു ഇന്ന് പോകാൻ താമസിച്ചു, പിന്നെ ഞാൻ കഴിച്ചു. മോളും പോയി കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അയാൾ തോർത്തുകുടഞ്ഞുകൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു. മോളെ, നൃത്തം പഠിക്കാൻ വരുന്നവർ 2 കുട്ടികൾ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മേശപ്പുറത്തിരിപ്പുണ്ട്, എടുത്ത് സൂക്ഷിച്ചു വെച്ചോ, ഇനി ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ. ആ ശരി അച്ഛേ. അതും പറഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് പോയി കമിഴ്ന്നു കിടന്നു. ഇന്നത്തെ സംഭവങ്ങൾ ഓരോന്ന് മനസ്സിലേക്ക് കയറി വന്നപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇനി നാളെ താൻ എങ്ങനെ കോളേജിലേക്ക്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മഹാദേവ, നീ തന്നെ ഒരു വഴി കാണിച്ചതാ. അങ്ങനെ കിടന്ന് ക്ഷീണം കൊണ്ട് എപ്പോഴോ അവൾ മയങ്ങിപ്പോയി. ആഹിയും മറിച്ചൊരവസ്ഥയിലല്ലായിരുന്നു. ആദ്യമായിട്ട് ഒരു തോൽവി, അതും ഒരു പെണ്ണിന്റെ മുൻപിൽ. അതവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു വോഡ്ക കുപ്പി മുഴുവൻ കാലിയാക്കി അവൻ ആടിയാടി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. വാതിലിനടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ അവനെ അഭി തടഞ്ഞു. അവന്റെ കോലം കണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. എങ്ങോട്ടാ ആഹി? നേരെ ഇരുട്ടി തുടങ്ങി, ഇതുവരെ ആരും ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. നീ ഈ കോലത്തിൽ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ മറ്റവളെ കാണാൻ മാറി നിൽക്കടി അങ്ങോട്ട്. അവൻ്റെ ആടിയാടിയുള്ള നിൽപ്പും സംസാരവും പെരുമാറ്റവും പന്തികേടായി തോന്നി സിദ്ധുവും അവൻ്റെ അടുത്തേക്ക് വന്നു. ആഹി, നിനക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ പോയി കൊണ്ടുവരാം. ഈ കോലത്തിൽ നിന്നെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല. എന്നാ പോയി കൊണ്ടുവാടാ ആ പന്ന മോളെ. എനിക്ക് അവളെയാ വേണ്ടത്. എന്താ നടക്കുവോ? അവൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. നീ എന്തൊക്കെയായി പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ആഹി? നല്ല ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അവളുടെ അടുത്തേക്കാണ് പോകുന്നത്, ആ പന്ന മോളുടെ അടുത്തേക്ക്. ഇന്നത്തോടെ തീർക്കും ഞാൻ എല്ലാം. അവൻ പല്ലിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവേണ്ട ആഹി, പറയുന്നത് കേക്ക്. റോസിയും പറഞ്ഞു. അതിന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവൾക്കിട്ടൊരു പണി കൊടുക്കണം, അത്രയല്ലോ വേണ്ടൂ. അതിന് നീ തനിച്ചു പോവണ്ട, ഞങ്ങളും വരാം. പക്ഷേ ഇപ്പോൾ അല്ല, നാളെ, ക്രിസ്റ്റി പറഞ്ഞു. വേണ്ട, ഒരുത്തനും വരണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട. പറയുന്നത് കേൾക്കാഹി. അവൾ നിനക്കിട്ട് പണിഞ്ഞത് എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ലേ? അപ്പോൾ അവൾക്ക് പണി തിരിച്ചു കൊടുക്കേണ്ടത് ആരും അറിയാതെ ആകരുത്, എല്ലാവരുടെയും മുൻപിൽ വെച്ചാവണം. അതും അവളുടെ നാട്ടിലാകുമ്പോൾ അത്രയും അവൾക്ക് കൊള്ളും. അഭി ഒന്ന് നിർത്തി അവളെ നോക്കി. അതേടാ, അഭിരാമി പറഞ്ഞതിലും കാര്യമുണ്ട്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. സിദ്ധുവും പറഞ്ഞു. ഒരു നിമിഷം ആഹി സൈലന്റായി. ശരിയാണ്, അങ്ങനെ വേണം. ബിഫോർ മോർണിംഗ് ഐ നീഡ് ഫുൾ ഡീറ്റെയിൽസ് ഫോർ ഹെർ വിത്ത് ഹെർ ഫോൺ നമ്പർ. ഇതും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി അവൻ ആടിയാടി തിരിച്ചു മുറിയിലേക്ക് പോയി. ആഹി, നീ എൻ്റെ റൂം യൂസ് ചെയ്തോ, ഞാൻ റോസിയുടെ കൂടെ കിടന്നോളാം. ആഹി തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. നീ കൂടുതൽ അങ്ങോട്ട് നോക്കി പേടിപ്പിക്കേണ്ട, നിന്റെ റൂം കണ്ട പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അഭി ചൂടായി. അപ്പോഴാണ് അവൻ തൻ്റെ റൂം ശ്രദ്ധിക്കുന്നത്. ഫ്ലവറേഴ്സ് അങ്ങനെയെല്ലാം പൊട്ടിത്തെറിച്ച് കിടക്കുന്നു. മുൻപോട്ട് വെച്ച കാല് അവൻ പിന്നോട്ട് വെച്ച് അപ്പുറത്ത് കണ്ട റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആര് കളക്ട് ചെയ്യും? അഭി എല്ലാവരോടുമായി ചോദിച്ചു. അന്ന് അവളുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിൽ അഡ്രസ്സ് ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ കോണ്ടാക്റ്റ് നമ്പർ ഇല്ല. ഡാ, എൻ്റെ ഒരു കസിനുണ്ട്, CI ആണ്, അവനോടൊന്ന് ചോദിച്ചു നോക്കാം. സിദ്ധു എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, പക്ഷേ രഹസ്യമായി വേണം, റോസി പറഞ്ഞു. അതെ, അതത്രേ ഉള്ളൂ. സിദ്ധു അതും പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി. അന്നത്തെ രാത്രി ആരെയും മുഖം കാണിക്കാതെ അവൾ കഴിച്ചുകൂട്ടി. ചന്തു വന്ന് വിളിച്ചപ്പോൾ തലവേദന എന്ന് പറഞ്ഞ് മുഖം കാണിക്കാതെ ഒടിഞ്ഞു മാറി. ഭക്ഷണമൊക്കെ അതുകൊണ്ട് ചന്തു മുറിയിലേക്ക് കൊണ്ടുകൊടുത്തു. രാവിലത്തെ കാര്യം ആലോചിച്ചായി പെണ്ണിൻ്റെ പിന്നത്തെ ടെൻഷൻ. കോളേജിൽ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു. പക്ഷേ ഡാൻസ് ക്ലാസ് ഇപ്പോൾ മുടങ്ങിയിട്ട് 4 ദിവസങ്ങളായി. ആകെയുള്ള വയറ്റിപ്പിഴപ്പ് അതാണ്. അതുകൂടി ഇല്ലാണ്ടായ പിന്നെ ഓർക്കാൻ കൂടി വയ്യ എൻ്റെ ഈശ്വര. അതുകൊണ്ട് എന്തു വന്നാലും നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവൾ ഉറപ്പിച്ചു. പക്ഷേ കണ്ണടക്കുമ്പോഴൊക്കെ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന അവൻ്റെ മുഖം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അതവൾക്ക് വല്ലാത്ത ടെൻഷനായി. ഇനി എങ്ങനെ ആ കോളേജിലേക്ക് പോകും? അവർ ഇനി എന്തെങ്കിലും തന്നെ ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവർക്കൊന്നും നോക്കാനില്ല, പണവും അധികാരവും ആവശ്യത്തിലധികം. പക്ഷേ താനോ?
ഈ കുടുംബത്തിന് ആകെ ബലമായുള്ളതാണ്. ചന്തുവിനെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം. പിന്നെ എൻ്റെ പഠിത്തവും അതിൻ്റെ കൂടെ മുൻപോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനി അതൊക്കെ ഒരു സ്വപ്നമായി മാറുമോ എന്ന് അവളുടെ മനസ്സ് ഭയപ്പെട്ടുകൊണ്ടിരുന്നു. നിദ്രാദേവി അന്ന് അവളെ തിരിഞ്ഞുകൂടി നോക്കിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. എഴുന്നേറ്റ് മുഖം കഴുകി ആദ്യം പോയി നോക്കിയത് കണ്ണാടിയിലാണ്. ചെറിയ രീതിക്ക് അവൻ്റെ 4 വിരൽപ്പാടുകൾ കവിളിൽ തിണർത്ത് കിടക്കുന്നു. അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ എന്നത് അതൊരു ആശ്വാസമായിരുന്നു. പിന്നെ തൊടുമ്പോൾ നല്ല വേദനയുണ്ട്. തലയും നല്ല വേദന എടുക്കുന്നുണ്ട്. ഒരു ഗുളിക കഴിച്ച് ചായയൊക്കെ കുടിച്ച് അവൾ ചിലങ്കിയെടുത്ത് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവൾക്ക് പിറകെ അവൾ അറിയാതെ ഒരു വണ്ടി പിന്തുടർന്നത് അവൾ ആ നിമിഷം അറിഞ്ഞിരുന്നില്ല. ടേപ്പ് റെക്കോർഡിങ്ങിൽ നിന്നും മുതിർന്നു വീഴുന്ന വരികൾ അവിടെ മുഴങ്ങിക്കേട്ടപ്പോൾ അതിനൊപ്പം തൻ്റെ മെയ്യഴുക് എടുത്തു കാണിക്കത്തക്ക രീതിയിൽ സ്വയം മതിമറന്ന് ആടുന്ന ദേവുവിനെ കണ്ടത് തങ്ങൾ എന്തിനു വന്നു എന്ന് പോലും മറന്ന് 4 പേര് അവളിൽ തന്നെ ലയിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അവളോടുള്ള പക വീണ്ടും വീണ്ടും ആളിക്കത്തുകയായിരുന്നു ആഹിയുടെ മനസ്സിൽ ആ നിമിഷവും. പക്ഷേ അവളെ കാണുമ്പോൾ എവിടെയൊക്കെയോ എന്തോ പേരറിയാത്തൊരു വികാരം ഉടലെടുക്കുന്നത് അവൻ അറിഞ്ഞില്ല. തൻ്റെ ജീവന്റെ പാതിയാവാൻ പോകുന്ന പെണ്ണിനെയാണ് താൻ ദ്രോഹിക്കുന്നതെന്നും അവൻ അറിഞ്ഞില്ല. ആട്ടക്കാരി! അവൻ്റെ വായിൽ നിന്നും പുച്ഛം കലർന്ന ചിരിയോടെ ആ വാക്കുകൾ ഉതിർന്നു വീഴുന്നത് കണ്ട് 4 പേരും അവനെ ഉറ്റുനോക്കി. നീയൊക്കെ അവളുടെ സൗന്ദര്യം കാണാനും ആട്ടം കാണാനുമാണ് വന്നതെങ്കിൽ നീയൊക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ചോ. അവനെ തന്നെ നോക്കിയ അവരോട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പറഞ്ഞു തീർന്നതും ആഹിയുടെ കാലുകൾ വണ്ടിക്കടുത്തു നിന്നും അവളിലേക്ക് ചലിച്ചു. എന്നാൽ തനിക്ക് നേരെ വരുന്ന ആപത്ത് എന്തെന്നറിയാതെ അവൾ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫീസ് കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് രക്ഷാകർത്താക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പതിവായി അമ്പലത്തിൽ തൊഴാൻ വരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ദേവു പൈസ എല്ലാം മേടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അവിടെ ഒരു കസേരയിലേക്ക് കാല് കയറ്റിവെച്ച് ചിലങ്ക് ഊരുന്ന തിരക്കിലായിരുന്നു. മുട്ടോളം നീണ്ടു നിൽക്കുന്ന മുടിയിഴകൾ നിലത്ത് കളം വരച്ചുകൊണ്ടിരുന്നു. ഹായ് ദേവു! ആഹിയുടെ ശബ്ദം കേട്ട് അവൾ ഒരു നിമിഷം നിശ്ചലയായി. ദേവു! പിന്നെയും ആ ശബ്ദമുയർന്നതും ദേവുവിൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ ഞെട്ടി തല ഉയർത്തി നോക്കി. തൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന ആഹിയെ കണ്ട് അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. അവളെ ഉമിനീരിറക്കിക്കൊണ്ട് ചുറ്റും നോക്കി. എല്ലാവരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾ പെട്ടെന്ന് കുനിഞ്ഞ് ചിലങ്ക അഴിച്ചെടുത്ത് അവനെ മറികടന്ന് പോകാനൊരുങ്ങി. എന്നാൽ ഈ സമയമെല്ലാം അവളുടെ ഓരോ ഭാവങ്ങൾ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ആഹി. അവനറിയാതെ തന്നെ കുട്ടിത്തം തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവളുടെ പിടക്കുന്ന വെള്ളാരം കണ്ണുകളും ചെഞ്ചുണ്ടുകളും കാണെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി അവൻ പോലും അറിയാതെ വിരിഞ്ഞു. അവൾ അവനെ മറികടന്ന് നടക്കാനൊരുങ്ങിയതും അവൻ അവളെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. പെട്ടെന്നുള്ള നീക്കത്തിൽ അവളൊന്ന് ഭയന്നു. കണ്ണുകൾ ഇറുക്കെ അടച്ചു അവൾ. നീ എന്താ ദേവു ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? പ്രത്യേക രീതിയിൽ അവനത് ചോദിച്ചതും ഒരു പിടയിലോടെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. അരുതയെന്ന് അവളുടെ കണ്ണുകൾ കൊണ്ട് അവനോട് അപേക്ഷിച്ചു. അവളുടെ നിറഞ്ഞ വെള്ളാരം കണ്ണുകൾ കാണെ അവൻ അവളുടെ മേലുള്ള പിടി അയച്ചു. ആ നിമിഷം മതിയായിരുന്നു ദേവുവിന് കുതറിമാറാൻ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കാനൊരുങ്ങിയ അവളെ അവൻ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ചുണ്ടുകൾ കവർന്നു.